നമ്മളെ മക്കളും വളരുമല്ലേ, ഒന്നുമില്ല, പേടിയുണ്ട്, നല്ല പേടിയുണ്ട്. ഇപ്പൊ മക്കളോടൊന്നും പറയാൻ പറ്റൂല, അങ്ങോട്ടേക്ക് നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലെ കൂടിയാണ് ഇപ്പൊ പോകുന്നത്. അവർ കിഡ്സാണ്, അവർ കിഡ്സായിട്ട് ബിഹേവ് ചെയ്യുന്നത് നല്ലത്. അല്ല, അവർ കിഡ്സായിട്ട് ബിഹേവ് ചെയ്താൽ നല്ലത്. 2K കിഡ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയാം. 2Kയിൽ ജനിച്ചവര് ഇപ്പൊ 25 വയസ്സേ ആയിട്ടുള്ളൂ. പാരന്റിങ്ങിന്റെയും പ്രശ്നമാണ്. ബിക്കോസ് ഇവര് പാരന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 24 മണിക്കൂറും ചെലവഴിക്കുമ്പോൾ കുട്ടികളെ നോക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ കുട്ടികളെ വേറെ ആൾക്കാർ നോക്കുന്നു. പിയർ പ്രഷറിൽ അവർ തെറ്റായ വഴിക്ക് പോകുന്നു. അത് നോക്കാനുള്ള സമയം കിട്ടാതെ ആ മക്കൾക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള ബോധം കുട്ടികൾക്കില്ല. കോപ്പി അടിക്കുന്നത് എക്സാമായിട്ട് ഡയറക്ട്ലി ലിങ്ക്ഡ് ആണ്. മർഡർ ചെയ്യുന്നതും എക്സാമുമായിട്ട് ഡയറക്ട്ലി ലിങ്ക്ഡ് അല്ല, ലീഗൽ സൈഡ് പറയുകയാണെങ്കിൽ. കാരണം കൊന്നാലും കൊന്നില്ലേലും അത് വേറൊരു കാര്യമാണ്. പഠിച്ചോ പരീക്ഷ എഴുതിയോ, അതാണ് പരീക്ഷയിൽ നോക്കേണ്ടത്. അപ്പോൾ കോപ്പി അടിച്ചാൽ ഡീബാർ ചെയ്യാം. പക്ഷേ ഐ വുഡ് സേ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ട് ഈ കോപ്പി അടിച്ചാൽ ഡീബാർ ചെയ്യുന്ന അതേപോലെ തന്നെ കൊല ചെയ്ത് കഴിഞ്ഞാൽ ഡീബാർ ചെയ്യല്ല, അറ്റ്ലീസ്റ്റ് എക്സാം എഴുതിപ്പിക്കാതെങ്കിലും ഇരിക്കാമായിരുന്നു എന്നൊക്കെ ഒരു ഔട്ട് ഓഫ് കൺസേൺ പറയാം. പക്ഷേ ലോ ഹാസ് ഇറ്റ്സ് ഓൺ വേ. നിയമത്തിൻ്റെ വഴിയിൽ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ദാറ്റ്സ് ഓൾ. ഇങ്ങനത്തെ നിയമങ്ങൾ മാറ്റേണ്ടതല്ലേ വിചാരിക്കുന്നു. മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ IPC മാറിയിട്ട് BNS ആയത്. 1895 IPC മാറ്റിയിട്ട് പുതിയ BNSഉം BNSSഉം വന്നിട്ടുള്ളത്. പക്ഷേ അതിനകത്തും കുറേ അധികമൊക്കെ ചേഞ്ചസ് വന്നേ പറ്റൂ. കുറേ റൂൾസൊക്കെ ആർക്കൈക്കാണ്. അപ്പോൾ അത് മാറ്റിയേ പറ്റൂ. അത് മാറ്റം വരും ഇവൻച്വലി. ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഓട്ടോക്രാറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇന്ന് നിയമം മാറ്റി എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ തൊട്ട് പുതിയ നിയമം വരും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഞങ്ങൾ ഏതോ ഒരു ഐ തിങ്ക് ഒരു പള്ളിയിലച്ഛനാണ് ഞങ്ങളെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതുന്നത്. ഇന്ത്യ ഇസ് എ കൺട്രി വേ യു ക്യാൻ പിസ് ഇൻ പബ്ലിക് ബട്ട് നോട്ട് കിസ് ഇൻ പബ്ലിക്. പൊതുസ്ഥലങ്ങളിൽ നമുക്ക് മൂത്രമൊഴിക്കാം, പക്ഷെ ഉമ്മ വയ്ക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു സൊസൈറ്റിയാണ് നമുക്കുള്ളത്. സോ ആ ചേഞ്ചസ് എല്ലാം സൊസൈറ്റി എങ്ങനെയാണ് എന്നുള്ളത്, വി ആർ ദ സൊസൈറ്റി, നിങ്ങൾ ഉൾപ്പെടെയുള്ളത്. അത് എൻ്റെ അടുത്ത് ചോദിക്കാൻ പാടില്ല, നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കണം, ഓരോരുത്തരും. ബിക്കോസ് വി ഡിസൈഡ് ലോട്ട് ഓഫ് തിങ്സ്. മലയാള സിനിമകളിൽ ക്രിമിനൽ കണ്ടന്റ്സ് കൂടുതലാണ്. മലയാള സിനിമേൻ്റെ പുരോഗതിയായിട്ട് കാണുന്നത് അത് സെൻസർ ബോർഡാണ് പറയേണ്ടത്. ഞാൻ സെൻസർ ബോർഡിലില്ല. സെൻസർ ബോർഡ് പറയേണ്ടതാണ്. സെൻസർ ബോർഡ് സെൻസർഷിപ്പ് കൊടുക്കുന്നത് A എന്ന് സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അഡൾട്ട്സിനാണ്, അത് കുട്ടികൾ കാണാനുള്ളതല്ല. അപ്പോൾ ആ ക്രിമിനൽ കണ്ടന്റ് കുട്ടികൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ തിയേറ്റർ ആരാണോ റൺ ചെയ്യുന്നത് അവിടെ കുട്ടികളെ കയറ്റുന്നുണ്ടോ, അത് ചെക്ക് ചെയ്യുന്നുണ്ടോ, 18 ഇയേഴ്സ് നമ്മൾ ID കാണിക്കേണ്ട കാര്യമുണ്ടോ, കാണിക്കുന്നുണ്ടോ, ആരെങ്കിലും കാണിക്കുന്നുണ്ടോ? ട്രെയിൻ ടിക്കറ്റിൻ്റെ ഫ്ലൈറ്റിൻ്റെ സമയത്ത് ബോർഡിംഗ് പാസ് കാണിക്കാൻ പറഞ്ഞാൽ ചീത്ത വിളിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഇതിൽ. കഴിഞ്ഞ ഹൈദരാബാദിൽ നിന്ന് ഞാൻ തിരിച്ചു വരുമ്പം ഫ്ലൈറ്റിൽ ബോർഡിംഗ് പാസ് കാണിക്കാൻ പറഞ്ഞതിന് അവിടുത്തെ ഗ്രൗണ്ട് സ്റ്റാഫിനോട് ചീത്ത വിളിച്ച ഒരാളെ ഞാൻ കണ്ടു. ഇതാണ് നമ്മുടെ സൊസൈറ്റി. കുറച്ചെങ്കിലും ഒരു ബിഹേവിയർ, നമുക്കൊരു മനുഷ്യൻ്റെ ഒരു നന്മയെങ്കിലും എവിടെയെങ്കിലൊക്കെ ഉണ്ടാവണ്ടേ. പക്ഷെ നമുക്കെല്ലാം നമ്മളൊക്കെ എന്തോ ആയിത്തീർന്നു. നമുക്കൊന്നും ആരും അഡ്വൈസ് വേണ്ട, നമ്മളൊക്കെ വലിയ ആൾക്കാരായി, നമ്മളടുത്ത് ആരും ഒന്നും പറയണ്ട, നമുക്കെല്ലാം അറിയാം. ഈ തെറ്റിദ്ധാരണ മാറണം. ചിലപ്പോൾ ഒരു കൊച്ചുകുട്ടി പറയുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം വരാം. ഈ എംപറേഴ്സ് ന്യൂ ക്ലോത്ത്സിൽ ഒരു കൊച്ചുകുട്ടിയാണ് പറയുന്നത്, ഈ രാജാവ് ഒന്നും ഇട്ടിട്ടില്ല. അത് കേൾക്കാനുള്ള മനസ്ഥിതി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് മാറ്റങ്ങളുണ്ടാകും. ഈ ആക്രമണങ്ങൾക്ക് കൂടുതലായിട്ട് കാരണം പരിധി സർക്കാരാണ് വിചാരിക്കുന്നുണ്ടോ? ഒരു കാരണം വരെ ഇതിന് കാരണം സർക്കാരാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളാണ് കാരണം. ബിക്കോസ് ഈ സർക്കാരിനെ എലക്ട് ചെയ്ത ആരാണ്? നിങ്ങളല്ലേ കാരണം. ഇപ്പോൾ ഷാൽ ഐ ടേക്ക് ആക്ഷൻ അഗെയിൻസ്റ്റ് യു? പറ്റില്ല, ഇല്ലേ? നമ്മൾ അതാ ഞാൻ പറഞ്ഞത്, ഡെമോക്രസിയിൽ ഈ സർക്കാർ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. ആർ വി റെസ്പോൺസിബിൾ ഇനഫ്? ചവറ് വഴിയിലിടരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടാതിരിക്കുന്നുണ്ടോ? സർക്കാരിന് ബോർഡ് വെക്കാനേ പറ്റൂ. സ്റ്റിക്ക് നോ ബിൽസ്, അതിൻ്റെ മേളിൽ കൊണ്ട് പോസ്റ്റർ ഒട്ടിക്കുന്നത് നമ്മൾ തന്നെയല്ലേ? അത് കാണുന്നത് നമ്മൾ തന്നെയല്ലേ? ആരെങ്കിലും ആക്ഷൻ എടുക്കുന്നുണ്ടോ? ഇല്ല. സർക്കാരിനല്ല, ആൾക്കാർക്കും പറ്റും. ആർ യു റെഡി ടു റിപ്പോർട്ട്? ചവറ് കൊണ്ടിടുന്നത് വീഡിയോ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കുകയും ഈ വീഡിയോ ഇട്ട് കൊടുക്കുന്ന ആൾക്കാർക്ക് പൈസ കിട്ടുകയും ചെയ്യുന്ന രീതിയിലൊക്കെ കുറേ സിസ്റ്റമൊക്കെ കൊണ്ടുവന്നു. ആരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? ബാംഗ്ലൂരിൽ വഴിയിൽ മൂത്രമൊഴിക്കുന്ന ആൾക്കാരുടെ ദേഹത്ത് ഫയർ എഞ്ചിൻ കൊണ്ടുവന്നിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരു ക്യാമ്പയിനിൽ, അക്ഷയ് കുമാറിൻ്റെ ക്യാമ്പയിനിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ക്യാമ്പയിനാണ്. കാറ് റോങ് സൈഡിൽ പോകുമ്പോൾ, താങ്കളുടെ അച്ഛൻ്റെ പേര് മഹാത്മാഗാന്ധിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല, നോക്കുമ്പോൾ മഹാത്മാഗാന്ധി റോഡ് എന്നാണ് ആ റോഡിൻ്റെ പേര്. അതോ സർദാർ പട്ടേലോ അങ്ങനെ കണ്ടു വെച്ചിട്ട് ബ്ലേറ്റൻ്റ്ലി സെയിങ് ദാറ്റ് നമ്മളാണ് നിയമം തെറ്റിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം ആർ വി റെസ്പോൺസിബിൾ ഇനഫ് ടു ടേക്ക് കെയർ ഓഫ് അവർ ഓൺ ആക്ഷൻസ്. നിയമം തെറ്റിക്കാൻ തയ്യാറായിട്ടുള്ള നമ്മളുള്ളപ്പോൾ
അത് തെറ്റിച്ചതിന് ആക്ഷൻ എടുത്തില്ല എന്ന് നമ്മൾ വേറൊരാളെ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരാളെ വിരൽ ചൂണ്ടുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 3 വിരൽ നമ്മളിലേക്ക് തന്നെ തിരിച്ച് ചൂണ്ടി വെച്ചിരിക്കുക. മാമിന് എന്താ തോന്നുന്നു ഇത്തരം ന്യൂസുകൾ വാർത്തകൾ കാണുമ്പോൾ പേടി തോന്നുന്നു? അതായത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ തോന്നുന്നു? അല്ല, ഇത് നമ്മളെ മക്കളും വളരുമല്ലേ, അതാണ് ഏറ്റവും വലിയ അതാണ് നമുക്കും പേടിയില്ലായിട്ടൊന്നുമില്ല, പേടിയുണ്ട്, നല്ല പേടിയുണ്ട്. ഇപ്പം മക്കളോടൊന്നും പറയാൻ പറ്റൂല, അങ്ങോട്ടേക്ക് നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലെ കൂടിയാണ് ഇപ്പോൾ പോകുന്നത്. ഈ മൊബൈൽ ഫോൺ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കുറ്റകൃത്യങ്ങൾക്ക്? ഉണ്ടാവാം. ഈ നേരത്തെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കൊച്ചു കേരളം എന്ന് പറയുന്നു. കൊച്ചു കേരളത്തിൻ്റെ ഏരിയയും UAE പോലത്തെ രാജ്യങ്ങളുടെയും അല്ലെങ്കിൽ സമോവൻ ഐലൻഡ് ഏരിയയും അല്ലെങ്കിൽ ശ്രീലങ്ക പോലത്തെ ഒരു രാജ്യത്തിൻ്റെ ഏരിയയൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ അറിയാം. കൊച്ചു കേരളം ഒന്നുമല്ല, നല്ല കേരളമാണ്. നമുക്ക് 4 കോടിയോളം ആൾക്കാർ പുറത്തുണ്ട്, വലിയ കേരളമാണ്. ഇനിയെങ്കിലും ഈ കൊച്ചു കേരളം എന്ന് പറയണമെന്നൊന്നും നിർത്തണം. വി ഷുഡ് ടേക്ക് പ്രൈഡ് ഇൻ വാട്ട് വി ആർ. കൊച്ചു കേരളം എന്നല്ല ഉണ്ടായിക്കോട്ടെ, പക്ഷെ നമ്മൾ ഈ കൊച്ചു കേരളം എന്ന് പറഞ്ഞാൽ ആരെയാ കളിയാക്കണേ? അവനവൻ തന്നെ ആദ്യം മാറണ്ടേ. നമ്മുടെ കേരളം നല്ലതാണ്, നമ്മുടെ നാട് നല്ലതാണ്, എൻ്റെ ഇന്ത്യ, ഞാൻ ഭാരതീയനാണെന്ന് പറയാൻ എന്നാണോ ധൈര്യപ്പെടുന്നത് അന്നല്ലേ നമുക്ക് നല്ലതുണ്ടാവുള്ളൂ. ഇത് നമുക്ക് പഠിക്കുകയാണെങ്കിൽ US പഠിക്കണം, അല്ലെങ്കിൽ UK പഠിക്കണം. നമ്മൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പാടില്ല. ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് UAE അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ ജോലി ചെയ്യണം. അതെന്തിനാ അങ്ങനെ? നമ്മുടെ നാടിനെ കുറിച്ച് പറയുമ്പോൾ ഈ കൊച്ചു കേരളം അല്ലെങ്കിൽ ആഫ്റ്റർ ഓൾ ഇന്ത്യൻ എന്നൊക്കെ പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ മാറണം. അത് മാറിക്കഴിഞ്ഞാൽ നല്ലതുണ്ടാവും. ഞാൻ എൻ്റെ നാട്ടിലേക്ക്, എൻ്റെ എന്താ പറയുക, സ്വതന്ത്രമായിട്ട് ശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ നാട്ടിലേക്ക് ഞാൻ തീരുമാനം എടുത്ത് വന്നത്, ഞാൻ നല്ലൊരു രാജ്യത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് വന്ന ആളാണ് ഞാൻ. 2018 ഞാൻ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഇന്ത്യയിൽ ജീവിക്കണം എന്ന് പറഞ്ഞ് വന്ന ആളാണ്. 14 കൊല്ലം UAE വർക്ക് ചെയ്ത ആളാണ്. സോ എനിക്കറിയാം, നമ്മൾ വർക്ക് ചെയ്യാൻ മടിയുള്ള ആൾക്കാരെ ഒരു ദിവസം അവിടുത്തെ ലേബർ ക്യാമ്പിൽ കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് ലൈഫ് എന്നുള്ളത് മനസ്സിലാവും. ഒരു ദിവസം അവർ ലേബർ ക്യാമ്പിൽ ജീവിച്ചു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് അറിയാം ജോലിയുടെ മഹത്വം, പൈസയുടെ മഹത്വം എല്ലാം മനസ്സിലാവും. പിന്നെ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് അച്ഛനും അമ്മയും ഒക്കെ, അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ അവിടെ കഷ്ടപ്പെട്ട് പൈസ അയക്കുന്നത് ഇവിടെ ദൂർത്തടിച്ചും നമുക്ക് 17 വന്നോ 16 വന്നോ എന്ന് പറഞ്ഞാൽ ഐഫോൺ വാങ്ങിക്കാനും അതിൽ നമ്മൾ ചാറ്റ് ചെയ്ത് കളയുന്ന സമയത്തിൽ ആ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ചിന്തിക്കാത്ത ഒരു തലമുറയുള്ളത്തോളം കാലം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ന്യൂ ജനറേഷനായിരുന്നു. എൻ്റെ അച്ഛനും ഇതുപോലെ തന്നെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. ഞാൻ തെറ്റ് പറയുന്നില്ല. റെസ്പോൺസിബിലിറ്റി ഈസ് വാട്ട് എവറി ജനറേഷൻ നീഡ്സ്. അത് ന്യൂ ജനറേഷൻ അല്ല, എവറി ജനറേഷൻ നീഡ്സ്. 90 മുതൽ ഇങ്ങോട്ട് ഒരു വല്ലാത്തൊരു മാറ്റമല്ലേ ഉണ്ടായിരുന്നു മൊബൈൽ ഫോണിൽ? ഉണ്ട്. അതിനിടയ്ക്ക് മൊബൈൽ ഫോൺ മാത്രമല്ല, അതിനിടയ്ക്ക് നമുക്ക് കോവിഡ് ഉണ്ടായിരുന്നു. അതിനാര് പറയും? ഉത്തരം പറയും. അത്രയും ദിവസം വീട്ടിനകത്ത് ഒതുങ്ങിയിരുന്ന ആൾക്കാരും മെൻ്റൽ സ്ട്രെസ്സും ഡിപ്രഷനും അടിച്ച് പല ആൾക്കാരും എനിക്ക് പേഷ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട്, എനിക്കറിയാതെ. സോ ഇറ്റ് ഈസ് നോട്ട് എ വെരി ഈസി തിങ് ടു കമൻറ്റ് ഓൺ. 90 കഴിഞ്ഞപ്പോൾ എല്ലാം പ്രശ്നമായിപ്പോയി. ഇതുപോലെ എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്. ന്യൂ ജനറേഷൻ, ജെൻസി എന്നൊക്കെ പറയുന്നത് എല്ലാ കാലത്തും ജെൻസി ഉണ്ടാവും. കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മുടെ മക്കളുടെ മക്കൾ ജനിക്കുമ്പോൾ അവരും ജെൻസിയാണ്. ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. എല്ലാ ജനറേഷനും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് നന്നാവാൻ. വിദ്യാർത്ഥി പ്രതിനിധികൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കാര്യവും അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ പിന്നെ എങ്ങനെ നമ്മൾ ഇതാ, ആർ യു റെഡി ടു റിസർച്ച്, ആർ യു റെഡി ടു സ്റ്റഡി, ആർ യു റെഡി ടു എക്സ്പ്ലോർ? ഇല്ല, ഞങ്ങൾക്ക് കിട്ടുന്നത് പോരാ, എന്നാൽ നിങ്ങൾ തേടി ചെല്ലണം. ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ആൾക്കാർക്ക്, അവർക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോഴും IAS എക്സാം പാസ്സാവുന്ന ആൾക്കാർ വരുന്നത്? അവർക്ക് അവരുടെ ഇൻ്റലിജൻസ് ലെവൽ അതേ ലെവലാണല്ലോ. ഇപ്പോൾ IAS ആരും എഴുതുന്നില്ലേ? ഇപ്പോൾ ആരും എൻട്രൻസ് എഴുതുന്നില്ലേ? ഇപ്പോൾ മെഡിസിൻ ആരും MSc ചെയ്യുന്നില്ലേ? പഠിക്കുന്ന ആൾക്കാർക്ക് പഠിക്കാൻ കുഴപ്പമില്ല. പഠിക്കണ്ട എന്നുള്ള ആൾക്കാർ ഇത്തരം കാരണങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പണ്ടും പറഞ്ഞിരുന്നു, ഇന്നും പറയും, ഇനി നാളെയും പറയും. അവർക്ക് കിട്ടുന്നില്ല, എനിക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല. ഉള്ളത് കിട്ടിയത് കൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് കഴിവില്ല എന്നുണ്ടെങ്കിൽ എന്ത് മനുഷ്യനാണ് നമ്മൾ? അത് ജെൻസി ഒന്നുമല്ല. എനിക്ക് ദ ഗിവൺ റിസോഴ്സസ്, എനിക്ക് എന്താണോ റിസോഴ്സ് ഉള്ളത് അതിൽ ഞാൻ ജീവിക്കാം. ഞാൻ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു മെർസഡീസ് എടുത്ത് ഞാൻ ഓടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കടമടയ്ക്കാൻ ഞാൻ പെടുന്ന പാട് എൻ്റെ പഠിക്കുന്നതിലോ എൻ്റെ ലൈഫിലോ കുഞ്ഞുമോക്കോ ഞാൻ കൊടുക്കുന്ന ടൈമിലോ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല. എനിക്ക് നല്ലതോ ചീത്തയോ എനിക്കിഷ്ടപ്പെട്ടൊരു വണ്ടിയുണ്ട്, ഞാൻ അതിൽ ഞങ്ങൾ രണ്ടുപേരും ട്രാവൽ ചെയ്യുന്നു, വി ആർ ഹാപ്പി അബൌട്ട് ഇറ്റ്. ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അതിനൊരു ലിമിറ്റുണ്ട്. ഇല്ല, ഞാൻ മേക്കിൽ മാത്രമേ പോകുള്ളൂ എന്നുള്ള വാശി പിടിക്കുന്ന ആൾക്കാർ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മേക്ക് ചീത്തയെന്നല്ല പറയണം. ഇഫ് ഐ ക്യാൻ അഫോർഡ് എനിക്ക് വാങ്ങിക്കാം. നാളെ ഞാൻ വാങ്ങിക്കാനുള്ള ലെവൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ വാങ്ങിക്കും. പക്ഷെ കടം വാങ്ങിച്ചും
അതിൽ നമ്മൾ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ലോണിൽ ഫോൺ വാങ്ങിക്കുക, ലോണിൽ ബൈക്ക് വാങ്ങിക്കുക, ലോണിലെല്ലാം ജീവിക്കാൻ നോക്കുക. ഈ ലോൺ ആരടയ്ക്കും? നമ്മുടെ മീൻസിൽ നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്ന ആ ലെവലിൽ നമുക്ക് ജീവിക്കാൻ നോക്കുക. ഇത് യു ക്യാൻ ചെക്ക്. എൻ്റെ വണ്ടി നമ്പർ എടുത്ത് ചെക്ക് നോക്കൂ. ഒരു ഹൈപ്പോത്തിക്കേഷൻ ഇല്ലാത്ത വണ്ടിയാണ്. ഞാൻ വാങ്ങിക്കുമ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്. ലോൺ എടുത്തിട്ടില്ല. കാരണം ഈ ലോണോ ക്രെഡിറ്റ് കാർഡും ഒക്കെ എന്താണ് അവസ്ഥ എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കിയ ആളാണ്. കുഞ്ഞുമോളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴാണോ പൈസയ്ക്ക് ആവശ്യം വരുന്നത് എൻ്റെ അടുത്ത് ചോദിക്കുക. എൻ്റെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. പക്ഷേ ലോൺ ക്രെഡിറ്റ് കാർഡ് എന്നുള്ള ആ ലെവലിലേക്ക് പോകുന്നത് ഇറ്റ് ക്യാൻ ബി വെരി വെരി സ്ട്രെസ്ഫുൾ. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ജീവിക്കാനുള്ള ഇത് മറന്നു പോകും. കാരണം ആ ബില്ല് അടയ്ക്കാനുള്ള ജീവിതമായിരിക്കും പിന്നെ ഉണ്ടാവുക. അതെന്താ, എൻ്റെ കയ്യിൽ ഐഫോൺ ഇല്ല എന്നുണ്ടെങ്കിൽ മോശമാണ്. എൻ്റെ കയ്യിൽ ഐഫോൺ ഇല്ല, കുഞ്ഞുമോളുടെ കയ്യിൽ ഐഫോൺ ഇല്ല, ഞങ്ങൾ ഓക്കെയാണ്. ഞങ്ങൾക്ക് സാധാരണ ഒരു ബ്രാൻഡ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വർക്ക് നടന്നാൽ മതി. എനിക്ക് എൻ്റെ ഓഡിയോ റെക്കോർഡിംഗ് അയക്കാനോ അല്ലെങ്കിൽ റിസീവ് ചെയ്യാനോ എൻ്റെ വർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനോ വാട്സാപ്പോ എല്ലാം ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഐ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം. വെൻ ഐ ട്രൈ ടു ഗോ ബിയോണ്ട് മൈ മീൻസ് ആൻഡ് ബിക്കം സംതിങ് വിച്ച് ഐ എം നോട്ട്, അപ്പോൾ പ്രശ്നമാണ്. ഞാൻ എന്താണോ ആകേണ്ടത് ആ ആഗ്രഹത്തിന് ഞാൻ ലോൺ എടുക്കുകയല്ല വേണ്ടത്, ഞാൻ പ്രയത്നിക്കുക വേണ്ടത്. ഞാൻ പ്രയത്നിച്ചു കഴിഞ്ഞാൽ എനിക്കുണ്ടാവും. ഞാനത് പഠിച്ചത് എൻ്റെ അച്ഛൻ്റെ നിന്നാണ്. കാരണം അച്ഛന് എന്താണോ അച്ഛൻ്റെ എന്ന് സ്വത്ത് കിട്ടിയത് അത് അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് അച്ഛൻ്റെ സ്വന്തം പ്രയത്നത്തിൽ അച്ഛൻ വീട് വെച്ച ആളാണ്. ഐ റെസ്പെക്ട് ഹിം ഫോർ ദാറ്റ്. എന്നെ അത് പഠിപ്പിച്ച ആളാണ്. സ്വന്തം ആവശ്യത്തിന് എനിക്കിത്ര മതി, ബാക്കി എൻ്റെ മക്കൾക്ക് വേണം എന്ന് പറഞ്ഞ് അത്രത്തോളം ഞങ്ങളെ ഫുൾ ഫെസിലിറ്റിയോടുകൂടി ഞങ്ങളെ വളർത്തിയ ആളാണ്. ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. എല്ലാവർക്കും അങ്ങനെ ഒരു അച്ഛനെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബിക്കോസ് ഞാൻ ഇന്നും പറയും, അച്ഛനെ കമ്പയർ ചെയ്യുമ്പം 100-1 ഞാൻ നല്ലവനായാൽ ഇന്ന് ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ ഞാനായിരിക്കും. ബിക്കോസ് അത്രയ്ക്ക് സിമ്പിളായിട്ട് ജീവിക്കാൻ. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്, വേണമെങ്കിൽ ജാട കാണിക്കായിരുന്നു, നൈജീരിയയിൽ ജോലി കിട്ടിയതാണ്, പോയില്ല. വെരി അഫ്ലുവൻറ്റ് ഫാമിലി. ഇതൊന്നും കാണിക്കാതെ എൻ്റെ ചേട്ടന്മാർ പറയുന്നത് ഞാൻ കേൾക്കും, ഞാൻ ഇങ്ങനെയാണ് ജീവിക്കുന്നത്, ഇത് എൻ്റെ ഫാമിലി, എൻ്റെ മക്കൾ എന്ന് ജീവിക്കുന്ന എൻ്റെ അച്ഛനെ കണ്ട് ഞാൻ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഐ എം ഡൂയിങ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക്. എനിക്ക് സബ്ജക്റ്റ് മാറ്ററിൽ കുറവ് തന്നു എന്ന് ഒരിക്കലും പറയില്ല. എനിക്ക് ദൈവമായിട്ട് തന്നിട്ടുള്ളത് ഏറ്റവും നല്ല സബ്ജക്റ്റ് മാറ്ററാണ് എൻ്റെ അച്ഛനും അമ്മയും. അവരെ കണ്ട് ഞാൻ പഠിക്കണം. അതേപോലെ ഈ ജെൻസി എല്ലാ മൃഗങ്ങളും കണ്ടു പഠിക്കുന്നത് അച്ഛനമ്മയും കണ്ടിട്ടാണ്, അല്ലേ? എല്ലാ മൃഗങ്ങളും. അറ്റ്ലീസ്റ്റ് ഞാനൊരു മൃഗമെങ്കിലും ആയാൽ ഞാൻ എൻ്റെ അച്ഛനമ്മയും കണ്ട് പഠിച്ച് കഴിഞ്ഞാൽ നന്നാവും. പക്ഷേ ഇക്കാലത്ത് അത് പുച്ഛമാണ്. ഓൾഡീസ്, എന്താ ബൈജു, എന്താണ് തന്ത വൈബ്. നാണമില്ലല്ലോ ഇത് പറഞ്ഞു നടക്കാൻ. ഈ ജെൻസി പറയാണ്, സ്വന്തം അച്ഛനെയും അമ്മയും തന്ത വൈബ് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഈ ജെൻസിനോട് പറയുന്നത് അവർ ജീവിക്കുന്ന ജീവിതം ഒരു ദിവസം ജീവിച്ച് കാണിക്കും, അത് കഴിഞ്ഞിട്ട് ഇത് പറയാം. ഇഫ് ദേ ക്യാൻ ഡു ഇറ്റ്, ഐ ചാലഞ്ച് ദം. അവരുടെ അച്ഛനും അമ്മയും കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു അംശം അവർക്ക് കഷ്ടപ്പെടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അവർ നന്നാവും ലൈഫിൽ. ലൈഫ് എന്താണെന്ന് അവർ പഠിക്കും. ഈ തന്ത വൈബ് എന്ന് പറയുന്ന ആൾക്കാർക്ക്, പണ്ട് ബൈജു മിനി എന്നൊക്കെ ഞങ്ങളുടെ കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ആ ജീവിതം ഒന്ന് ജീവിച്ച് കഴിയുമ്പം ആ വിളി നിൽക്കും. എന്തുകൊണ്ടാണ് ഈ ജെൻസി ഒന്ന് വളർന്നു കഴിയുമ്പോൾ ഇതൊന്നും വിളിക്കാത്തത്? ബിക്കോസ് അവർക്ക് ആ വിഷമം മനസ്സിലായി തുടങ്ങി. ജീവിതം ജീവിച്ചു തുടങ്ങുമ്പം പൊള്ളുമ്പം മനസ്സിലാവും. ഒരിക്കൽ റോക്കറ്റും ഫ്ലൈറ്റും കൂടെ പോകുന്ന സമയത്ത് ഫ്ലൈറ്റ് ചോദിച്ചു, റോക്കറ്റ് നീ ഇത്ര സ്പീഡിൽ പോകണം എന്താണ്? ബാക്കിൽ തീ പിടിച്ചാൽ എന്താവും എന്നുള്ളത് മനസ്സിലാക്കിക്കോ. ഫ്ലൈറ്റിന് ബാക്കിൽ തീയില്ല, അതുകൊണ്ടാണ്. അങ്ങനത്തെ റോക്കറ്റും ഫ്ലൈറ്റും ഒക്കെയാണ് നമ്മുടെ അച്ഛനമ്മമാർ. അത് കണ്ട് പഠിക്കാൻ തയ്യാറാവാത്ത ആൾക്കാർക്ക് പഴയ സബ്ജക്റ്റാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതെ, പഴയ കാലത്ത് അച്ഛനമ്മയും ഇന്നും 9 മാസത്തിൽ തന്നെയാണ് കുട്ടികൾ ജനിക്കുന്നത്. അതിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഇൻസ്റ്റൻറ്റ് ബേബീസ് ഒന്നും ഉണ്ടായി തുടങ്ങിയിട്ടില്ല. സോ അതുകൊണ്ട് അവർ കഷ്ടപ്പെടുന്നത് ഇന്നും കഷ്ടപ്പെടുന്നത് തന്നെ ഈ ജെൻസിയും അതുപോലെ തന്നെ കഷ്ടപ്പെടും. അതെന്ന് മനസ്സിലാക്കുന്നു അന്ന് അവർക്ക് ലൈഫിൻ്റെ പാഠം മനസ്സിലാക്കും. ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കാതെ ചുമ്മാ ജാടയ്ക്ക് വേണ്ടിയിട്ട് തലയിൽ 4 കളറടിച്ച് കഴിഞ്ഞാൽ ഇതാവില്ല. അതല്ല ഫാഷൻ. സ്വന്തം അച്ഛനെയോ അമ്മയോ പോലെ അവർക്ക് ഒരു കുടുംബത്തിനെ നോക്കാൻ എന്നാണോ പ്രാപ്തി വരുന്നത് അന്നല്ലേ അവർ വലുതാവുന്നത്. അല്ലാതെ ഫാഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും കിട്ടിയതിൽ